Dear students, good morning. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ മെത്തേഡായ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ നമുക്കറിയാം 3 ഉണ്ട്. ഒന്ന് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, പിന്നെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, ഓഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. പിന്നെ രണ്ടാമത്തത് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ്. നമുക്കതിലോട്ടാണ് ഇനി പോകാനുള്ളത്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആ പേര് തന്നെ ഉണ്ട്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത സെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോഴും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, അത് ആ പേര് തന്നെ ഉണ്ടല്ലേ, നോർത്ത് വെസ്റ്റിലെ കോർണറിലുള്ള ആ ഒരു സെല്ല്, അല്ലെങ്കിൽ എന്താണ് ടോപ്പിലെ ലെഫ്റ്റ് സൈഡിലെ കോർണറുള്ള സെല്ല്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ പേരിലും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. നമ്മൾ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണോ ആ സെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒരേ കോസ്റ്റ് ലീസ്റ്റ് കോസ്റ്റ്, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെല്ല് ഏറ്റവും ചെറിയത് 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ 1 അല്ലെങ്കിൽ 2ൽ കൂടുതൽ സെല്ലിൽ 1 ഉണ്ട്, ഒന്നിൽ മാത്രമല്ല വീണ്ടും മറ്റൊന്നിലും ഉണ്ട് 1. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ സംശയം വരും അല്ലേ. നമുക്ക് ഓൾറെഡി നമ്മളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് തോന്നും, അല്ല ഇത് അറിയില്ലല്ലോ, ഇതെങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളത്. എന്തൊരു പ്രോബ്ലം വരുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുക. അങ്ങനെ വരുന്ന കേസിൽ അലൊക്കേഷൻ എടുക്കുന്നുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റത്തെ സെല്ലിൽ വരുന്നത് ഫസ്റ്റ് കൺസിഡർ ചെയ്യുക, സെൽ അലൊക്കേഷൻ. ആദ്യം വരുന്ന സെല്ലിൽ ഇത് ആദ്യം കൺസിഡർ ചെയ്യുക, പിന്നീട് നെക്സ്റ്റ്. കാരണം ഫസ്റ്റിൽ ആണ് 1 വരുന്നത് ആയിരിക്കും, പിന്നെ അടുത്ത രണ്ടാമത്തെ റോയിലോ രണ്ടാമത്തെ കോളത്തിലോ ആണെങ്കിൽ അത് നെക്സ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഫസ്റ്റ് പ്രിഫറൻസ് എന്താ, ലീസ്റ്റ് കോസ്റ്റ് നോക്കുക. അത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ സെൽ അലൊക്കേഷൻ നോക്കുക. അങ്ങനെയാണ് തുടങ്ങേണ്ടത്. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ അൽഗോരിതമാണ്. അപ്പോൾ ആദ്യം ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ അൽഗോരിതം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റെപ്പ് 1 ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്, അതിലെ ലീസ്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീസ്റ്റ് കോസ്റ്റ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അലൊക്കേഷൻ സെല്ലിന് കൺസിഡർ ചെയ്തിട്ട് സെല്ല് പ്രിഫർ ചെയ്യുക. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലീസ്റ്റ് കോസ്റ്റ് സെല്ല് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ അതുപോലെ തന്നെ ഏതാണോ മാക്സിമം എടുക്കാൻ പറ്റിയ അലൊക്കേഷൻ, അത് സപ്ലൈ ഡിമാൻഡ് നോക്കിയിട്ട് അതിൽ മാക്സിമം, ആ സപ്ലൈ ഡിമാൻഡിൽ മിനിമമാണ്, പക്ഷേ എന്താണ് ആ സെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന മാക്സിമമാണ്. ഇപ്പോൾ ഒരു സപ്ലൈ 6ഉം ഡിമാൻഡ് 10 ആണ്, നമ്മൾ 6 നമുക്കതിൽ മാക്സിമം അലൊക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് അവിടെ മാക്സിമം അലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. പിന്നെ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക, അതാണ് സ്റ്റെപ്പ്. അപ്പോൾ അൽഗോരിതം പറയുന്നത് ഒരു വിഷയമല്ല, അൽഗോരിതം പഠിക്കലോ അൽഗോരിതം എഴുതലോ ഒരു വിഷയമേ അല്ല. നമുക്ക് പ്രോബ്ലം അറിഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങളിപ്പോൾ C പ്രോഗ്രാമിംഗ് ആയാലും ഏതായാലും അങ്ങനെ തന്നെയാണ്. പ്രോബ്ലം അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അൽഗോരിതം എഴുതുക എന്ന് പറയുന്ന ഒരു വിഷയമല്ല. പിന്നെ വേറെ വെച്ച ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് വേറൊരു പേരുണ്ട്, മാട്രിക്സ് മിനിമം മെത്തേഡ് എന്ന് കൂടി പറയാറുണ്ട്. അങ്ങനെ വല്ലാണ്ട് കേൾക്കാറില്ല, കോമൺ ആയിട്ട് പറയുന്നൊരു പേരല്ലെങ്കിൽ പോലും അങ്ങനെയും പറയുകയാണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെ കാണുമ്പോൾ ഇത് എന്ത് മെത്തേഡാണെന്ന് ഞങ്ങൾക്ക് എടുത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരരുത്. അതാണ് മാട്രിക്സ് മാക്സിമം മെത്തേഡ് അല്ലെങ്കിൽ മാട്രിക്സ് മിനിമം മെത്തേഡ്, അങ്ങനെയുള്ള പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റത്തെ പ്രോബ്ലമാണ്, ഫൈൻഡ് ദ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ ഫോളോവിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബൈ യൂസിങ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. LCM എന്ന് പറയുമ്പോൾ ലസാഗു ഒന്നും കണ്ടുപിടിക്കരുത്. എന്താണ് LCM എന്ന് പറയുന്നത്, നമ്മുടെ ഇതിലെന്താണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഇതൊരു ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, അല്ലാതെ LCM എന്ന് പറഞ്ഞാൽ എന്താണ് LCM തന്നെയാണ്. ഓക്കെ, പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് D1 D2 D3 D4 ഇതെന്താണ്, ഡിമാൻഡാണ്. ഇത് ഒറിജിൻ അല്ലെങ്കിൽ എന്താണ്, സോഴ്സാണ്. O1 O2 O3 O4. ഒറിജിൻ എന്നുള്ള അർത്ഥത്തിലാണ് O യൂസ് ചെയ്യുന്നത്, സോഴ്സ് എന്നും പറയാം.
ഈ മുകളിലുള്ളത് ഡിമാൻഡ്. അപ്പോൾ അതിൽ തന്നിട്ടുണ്ട് 1 2 3 4 4 3 2 0 0 2 2 2 1. സപ്ലൈ തന്നിട്ടുണ്ട് 6 8 10. അതിന് കറസ്പോണ്ടിങ് ഡിമാൻഡ് 4686 ആണ് ക്വസ്റ്റ്യൻ. ആദ്യം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാണ് തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ട മെത്തേഡ് ഇതിനെ ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് മാറ്റലാണ്. നമ്മൾ ടേബിൾ ഫോർമാറ്റിലോട്ട് മാറ്റി. ഇനി ചിന്തിക്കേണ്ടത് പറഞ്ഞ മെത്തേഡ് പ്രകാരം ഇതിലെ ലീസ്റ്റ് കോസ്റ്റ് നോക്കുക. ലീസ്റ്റ് കോസ്റ്റ് നോക്കൂ. ഈ ഫസ്റ്റിലെ റോയിൽ 1 ആണ് ഏറ്റവും ചെറുത്. രണ്ടാമത്തെ റോയിൽ നോക്കൂ 0 ഉണ്ട്. മൂന്നാമത്തെ റോയിലും 0 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഓർഡർ എങ്ങനെയാണ്? ഇങ്ങനെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഇങ്ങനെയാണ് പോവുക. റോ വേസിലാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ റോ വേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു റോ വേസ് തന്നെ നിങ്ങൾ പോയിക്കോളൂ. ചിലതിൽ കോളം വേസിൽ പോകാറുണ്ടെങ്കിൽ പോലും എന്താണ് ഈ ഒരു റോ മെത്തേഡിൽ പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു 0 എന്നുള്ള ഈ ഒരു സെല്ലാണ് അല്ലേ. അങ്ങനെ ആദ്യം വരുന്നത് ആ സെല്ലിലോട്ടാണ്, പിന്നെയാണ് അടുത്തതിലോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ അവിടെ പോയി കഴിയുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് അലോക്കേഷൻ വരിക നോക്കൂ. ഇവിടെ 8 ആണ്, ഇവിടെ 6 ആണ്. മാക്സിമം ഈ ഒരു സെല്ലിൽ 6 കൊടുക്കാൻ കഴിയുള്ളൂ അല്ലേ. ഇവിടെ 6 നമ്മൾ മുന്നേ എഴുതിയ പോലെ തന്നെ 6 എഴുതുക. പക്ഷേ ഇവിടെ എന്താ 8ൻ്റെ പോയി കഴിഞ്ഞാൽ ബാലൻസ് 2 ഉണ്ടായിരിക്കും. ഇവിടെ പൂർണ്ണമായിട്ടും 6 പോയി. ഇപ്പം പഴയ നമ്മുടെ പഠിച്ച അതായത് നോർത്ത് വെസ്റ്റ് കോററുകൾ നമ്മൾ എന്ത് ചെയ്യും? കോളങ്ങളൊന്നും ബ്രേക്ക് ചെയ്യാറില്ല. നിങ്ങൾക്ക് ആ ഒരു ഞാനൊരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒരൊറ്റ ടേബിളിൽ തന്നെയാണ് ആൻസർ കണ്ടെത്തി തന്നത്. അല്ലാണ്ട് ചില ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഈസി ആവാൻ വേണ്ടിയിട്ട് ഓരോ റോ അല്ലെങ്കിൽ കോളം പോകുമ്പോൾ ആ റോയും കോളം ഒഴിവാക്കി പിന്നെ അടുത്ത ടേബിൾ വരയ്ക്കും. അങ്ങനെ വരച്ച് പോകും. ഒരുപാട് ടേബിൾ ഉണ്ടാവും. ലാസ്റ്റ് എന്താണ്? ആ ഒരൊറ്റ അവസാനത്തെ ഒരു സെല്ലുണ്ടല്ലോ, സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആവുന്നൊരു സെല്ല്, ആ ഒരൊറ്റ സെല്ല് മാത്രമായിട്ട് വരും. അതിനൊന്നും ആവശ്യമില്ല. നമുക്കൊരു ടേബിളിൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നീട്ടി വലിച്ച് അതിൻ്റെ വൃത്തി ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരൊറ്റ ടേബിളിൽ തന്നെ ആൻസർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ പ്രശ്നം വരിക വെച്ചാൽ നമ്മൾ ഒരു കോർണറിൽ നിന്നല്ല തുടങ്ങുന്നത്. നമ്മളൊരു ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. കാരണം ഒരു കോർണറിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരു റോ ആയാലും കോളായാലും റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതേസമയം ഈ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ ലീസ്റ്റ് കോസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്രോബ്ലം അസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഏത് റോയാണ് കോളാണ് ഇല്ലാണ്ടായി പോയെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു 6 ഈ ഒരു കോളമാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മാർക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കണം. പക്ഷേ ഒരിക്കലും ഈ ഒരു അലോക്കേഷൻ കാണാതെ പോകരുത്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം കാരണം എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണുമ്പോൾ അത് വേണം. അതുകൊണ്ട് അത് മൊത്തമായിട്ട് കറുപ്പിച്ച് കളയരുത്. അത് മനസ്സിലാവുന്ന രൂപത്തിൽ ജസ്റ്റ് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ആ ഒരു കോളത്തിനെ പറ്റി ചിന്തിക്കേണ്ട. പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഈ 0 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ 0യിൽ ഇവിടെ 4 ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ ഏറ്റവും കുറവ് 4 ആയതുകൊണ്ട് ഇവിടെ 4 മാർക്ക് ചെയ്യുക. അതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ 4 പോയി. ഇവിടെ ബാലൻസിൽ 6 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളവും പോയി. അങ്ങനെ അടുത്ത പിന്നെ നോക്കുമ്പോൾ മുകളിൽ ഇങ്ങോട്ട് നോക്കി വരുമ്പോൾ 2 ആണ് അടുത്ത ചെറിയത് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫസ്റ്റത്തെ 2 എന്ന് പറയുന്നത് നോക്കൂ. അവിടെ 6ഉം ഇവിടെ 6 രണ്ടിടത്ത് 6 ആണ്. സോ 6 ഇട്ട് കഴിഞ്ഞാൽ ഈ കോളവും പോയി, ഈ ഒരു റോയും പോയി. ഓക്കെ, അപ്പോൾ അത് അടുത്തൊരു ചിത്രത്തിൽ കാണിക്കാം. കണ്ടില്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ആ 6 വരുന്ന ആ സ്റ്റേജാണിത്. ഇവിടെ ഇത് കൊണ്ട് വെട്ടിപ്പോയ സ്റ്റേജ് 0. ഓക്കെ, അതുപോലെ ഈ 4 പോയത് മനസ്സിലായിട്ടുണ്ടാവില്ല. ആ ഒരു ചിത്രം ഒന്നും കൂടി വേറെ ആക്കി കാണിച്ചേ ഉള്ളൂ. പിന്നെ അടുത്തത് അത് ഞാൻ ബ്ലാക്ക് ആക്കിയിട്ട് വരച്ച് കാണിച്ചു. കാരണം എല്ലാം ബ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 കളറിൽ കാണിച്ചതാണ്.
ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇനി ബാക്കി വരുന്നത് ഈ റോ പോയി, ഈ കോളം പോയി, ഈ കോളം പോയി, ഈ കോളം പോയി, ഇനി ഈ ഒരു കോളം മാത്രം, അതായത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു റോയിൽ ഈ ഒരു ഇതുള്ളൂ, അല്ലെങ്കിൽ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബാലൻസ് ഇവിടെ 6 കാണുന്നുണ്ട്, സോറി 8 ആണുള്ളത്, ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 2ഉം ഇവിടെ 8ഉം. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് 2 എഴുതി, അവിടെ ബാക്കി 2 പോയി, ഇവിടെ 2 പോയി, ബാക്കി ഇവിടെ 6 ആയി, 8 കൂടി 6 ആയി. അതോടുകൂടി ഈ ഒരു റോയും പോയി. പിന്നെ ഇവിടെ 6 ആണുള്ളത്, ഇവിടെ 6 ആണ്, സോ 6 ഇവിടെ എഴുതി, അതോടെ ഈ ഒരു റോയും പോയി. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാനുള്ളത് ഒന്ന് ഇവിടെ വരുന്നുണ്ട്, ഒന്നിവിടെ, 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 ഒന്നിവിടെ. ഇത് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പറയുമ്പോൾ 6 × 2 + 2 × 2 + 6 × 0 + 4 × 0 + 6 × 2. അതാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഒന്നുകൂടിയാണ്. ഇങ്ങനെ പറയുന്ന മോഡലുകൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, വളരെ ഈസിയാണ്. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മനസ്സിലായവർക്ക് എന്തായാലും ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതിലത്തെ ഒരു പ്രൊസീജിയറിൽ ചെറുതായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ലീസ്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫുൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. അതാണ് അതിൻ്റെ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണുമ്പോൾ ഫസ്റ്റിലിത്, അപ്പോൾ 6 × 2 + 2 × 2, 2 × 2 + 6 × 0, 4 × 0, 6 × 0 + 4 × 0 + ലാസ്റ്റ് ഒന്നുകൂടി 6 × 2, 6 × 2. ഇതെന്ന് പറയുമ്പോൾ 12, ഇത് 4, ഇത് 0 ആയി, ഇത് 0 ആയി, ഇത് 12, 12 + 12 14, 24 + 28. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 28 കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവേണ്ട കരുതണോ? എന്തെങ്കിലും മനസ്സിലാവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്, ട്രൈ ചെയ്യുക, ചെയ്ത് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.